പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ അങ്ങ് എറണാകുളത്തിലോട്ട് ഞങ്ങൾ പോവാട്ടെ. പക്ഷെ ഇതിന്റെ ലാസ്റ്റ് ഒരു ടിസ്റ്റ് ഉണ്ട്. ടിസ്റ്റ് കളമശ്ശേരിയുടെ അവിടെ ബ്ലോക്കിലാണ്. വിമാനസിനൊരു ആശ്വാസം കിട്ടിയിട്ട് ഈ വഴി പോണവർക്ക് എന്തായാലും അറിയാം ഇവിടുത്തെ ബ്ലോക്ക്. അങ്ങനെ നമ്മൾ നേരെ പോയി എടപ്പള്ളിയിലുള്ള കൾട്ടേഴ്സിൽ കണ്ട തിരക്കണ്ട തൃശ്ശൂർ പൂരം ഇങ്ങോട്ട് മാറ്റി നിന്നിട്ട് കട മൊത്തം ആൾക്കാർ എന്തിട്ട് ഇവിടെ തിരക്ക്. അതിന്റെ ഇടയ്ക്ക് ഇത് ട്രയൽ റൂമിലെ തിരക്ക് നിങ്ങൾ കാണുന്നുണ്ട്. നിന്ന് ക്യൂ നിന്നിട്ട് വേണേട്ടാ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കാനായിട്ട്. ഇവിടെ പാവങ്ങള് രണ്ടുപേരും ഇങ്ങനെ നിക്ക എന്ത് ചെയ്യുന്ന അറിയണ്ട. അങ്ങനെ ഞങ്ങള് നൈസിൽ അവിടെ നിന്ന് സ്കൂട്ടായി ഇവിടെ നിന്ന കാര്യങ്ങൾ നടക്കില്ല എന്ന് മനസ്സിലായി. എന്നിട്ട് ഞങ്ങൾ നേരെ പോയി ലുലു മാളിലേക്ക്. അവിടെ ഞങ്ങൾ കടയിൽ കയറി വലിയ കളക്ഷൻ ഇല്ല. അപ്പൊ അവിടെ വെറുതെ തെണ്ടി തിരിഞ്ഞ് നടക്കില്ല ഞങ്ങളുടെ പണി. നേരെ പോയി കയറിയത് എവിടെയാ സൂപ്പർ മാർക്കറ്റിലോട്ട്. എന്റെ പൊന്നെ, ഇവിടെയും തൃശ്ശൂർ പൂരത്തിനുള്ള ആൾക്കാർ ഒടുക്കാത്ത തിരക്ക്. ഇതാണ് മക്കളെ ഐഡിയ എന്ന് പറഞ്ഞ കണ്ട. വാട്ടൻ ഐഡിയ സേജി ആ കൊച്ചിനെ ഇരുത്തിയേക്കണ ഇരിപ്പ് കണ്ട. അത് കഴിഞ്ഞപ്പോ നമ്മളിത് ഞെട്ടിപ്പോയിട്ടാ. ഒരെണ്ണത്തിൽ സാധനങ്ങൾ, ഒരെണ്ണത്തിൽ കൊച്ചുങ്ങൾ. നമ്മുടെ ആണെങ്കിൽ സാധനങ്ങൾ നിറയണുള്ളൂട്ടാ. ഇതാണെങ്കിൽ ഡ്രിഫ്റ്റ് കാറിൽ ഇരിക്കണ പിള്ളേരെ സന്തോഷം തുള്ളിച്ചാടാണ്. ഞാനാണെങ്കിൽ നേരത്തെ വന്ന് ഇവിടെ ക്യൂല് നിന്ന് സ്ഥലം പിടിച്ചാലാണ് ഞങ്ങൾക്ക് വേഗം ബില്ലടിച്ചിട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റിയിട്ടാ. അതിന്റെ ഇടയ്ക്ക് കണ്ട തിരക്കോട് തിരക്ക്. അങ്ങനെ നോമ്പ് തുറക്കാൻ സമയം മേലേക്ക് വന്നപ്പോ ഇരിക്കാനും സ്ഥലം കിട്ടില്ല. ഇങ്ങനെ ഒരു ദിവസം അയ്യോ. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴോ സ്ഥലമേ കിട്ടല്ല. നോമ്പ് തുറക്കാൻ സമയം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ചെറിയൊരു സ്ഥലം കിട്ടിയപ്പോ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഈ ഷെയ്ക്കും കുടിച്ച് നോമ്പ് അങ്ങോട്ട് തുറന്നതേ കണ്ട ഫ്രൈഡ് ചിക്കൻ. ഞാൻ ആദ്യമായിട്ട് നോമ്പ് തുറക്കുന്നത് ഫ്രൈഡ് ചിക്കൻ വെച്ചത്. ഇതാണെങ്കിൽ നമ്മളെ ചിമ്പണ്ണം വാങ്ങി തന്നേട്ടാ നമ്മുടെ കസിനിക്കാക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ ചിക്കൻ അങ്ങോട്ട് മടമടാന്ന് അടിച്ചിട്ട് ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചു. ഇനിയാണ് ഞാൻ പറഞ്ഞ ടിസ്റ്റ്. അങ്ങനെ ചാലക്കുടി വന്നിട്ട് നമ്മുടെ സ്വന്തം പബ് സ്റ്റോറിൽ നിന്ന് 2 ഡ്രസ്സ് എടുത്തിട്ട് പരിപാടികൾ മൊത്തം അങ്ങോട്ട് അവസാനിപ്പിച്ചു. ഇപ്പൊ 24 ഡ്രസ്സ് എടുക്കാനൊക്കെ പറഞ്ഞല്ലോ എന്റെ പോരെ.